ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അൺബോക്സിംഗ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് Honor 90 5G. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്കറിയാം ഇന്ത്യയിൽ കുറച്ച് കാലങ്ങളായിട്ട് ഹോണർ സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ അല്ല. ഒരു പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഒരു പക്ഷേ ഈ ഒരു സെപ്റ്റംബറിൽ ഈ ഒരു Honor 90 ഇന്ത്യയിൽ വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ 10-20 ദിവസമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ശബ്ദത്തിന് ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ചില വാക്കുകളുടെ ഉച്ചാരണത്തിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നാല് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. ഇതിൽ ആദ്യത്തെ 3 കളർ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ഡയമണ്ട് സിൽവർ ആണ്. ഇതുകൂടാതെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക്, എമറാൾഡ് ഗ്രീന്, മറ്റു ചില രാജ്യങ്ങളിൽ പീകോക്ക് ബ്ലൂവും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കമ്പനി പറയുന്നത് ഗ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്നാണ്. അതായത് പ്ലാസ്റ്റിക്കും ഗ്ലാസും കൂടി ചേർന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം മെറ്റീരിയൽ എന്നാണ്. അതുപോലെ ഈ സിൽവർ കളറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പകുതിക്ക് മുകളിൽ വരെ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറ മൊഡ്യൂളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഓവൽ ഷേപ്പോട് കൂടിയിട്ടുള്ള 2 സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. അത്യാവശ്യം ബൾജായിട്ട് നിൽക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മൊഡ്യൂളിന് ചുറ്റുമായിട്ട് ഒരു സിൽവർ റിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ബോഡി ഫ്രെയിമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 4 സൈഡും ഉപയോഗിച്ചിരിക്കുന്നത് കേർവ്ഡ് ഡിസൈനാണ്, ഈവൻ ഡിസ്പ്ലേ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 183 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. അതുപോലെ തന്നെ 7.8 mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 നാനോ സിം കാർഡാണ് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുക. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിസൈൻ വൈസ് കാണാൻ സാധിക്കുക. എനിവേ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ഫീലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ കേർവ്ഡ് MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ HD+ അഥവാ 1.5K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 1600 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. 435 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് പറയാൻ പറ്റും. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മിക്ക സ്മാർട്ട് ഫോണുകളും നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യണം. എസ്പെഷ്യലി ആ ഒരു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിന് ചെറുതായിട്ട് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫ്ലിക്കറിംഗ് ആണ്. അത് നമ്മൾ നേരിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ ക്യാമറയിലൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ ഡിമ്മ് ചെയ്യുന്ന കാണുന്നുണ്ടാവും. അതായത് ആ ഒരു ലൈറ്റ് ഇങ്ങനെ ഡിമ്മിങ് ആവുന്നത് നമ്മുടെ കണ്ണിന് ചെറുതായിട്ട് സ്ട്രെയിൻ ചെയ്യും. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3840 Hz ആണ് ഇതിൻ്റെ PWM ഡിമ്മിങ് എന്ന് പറയുന്നത്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫ്ലിക്കറിംഗ് നടക്കുക. അതുകൊണ്ട് തന്നെ താരതമ്യേന നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് അത്ര സ്ട്രെയിൻ ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കണ്ണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ സേഫസ്റ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. Qualcomm Snapdragon 7 Gen 1 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 nm ആണ് ചിപ്സെറ്റ് സൈസ് വരുന്നത്. ഒക്ടാകോറിൽ 2.5 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 644 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതുവരെ എനിക്ക് പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 3 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. അതിൽ ആദ്യത്തെ 2 മെമ്മറി വേരിയൻ്റാണ് നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 256GB, 12GB റാമിൽ 512GB. ഇത് കൂടാതെ തന്നെ ചില രാജ്യങ്ങളിൽ 12GB റാമിൽ 256GB മെമ്മറി വേരിയൻറ്റ് അവൈലബിൾ ആണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് eSIM കൂടി യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ വരുന്നത്. Wi-Fi 6 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ഒഫീഷ്യലി IP റേറ്റിംഗ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വാട്ടർ റെസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ കൂടി പറ്റുകയില്ല. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ
ഒത്തിരി നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാലും വലിയ രീതിയിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും നമുക്ക് ഇതിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. മാജിക് OS വേർഷൻ വരുന്നത് 7.1 ആണ്. ഒത്തിരി ആളുകൾക്ക് ഇപ്പോഴുമുള്ള ഒരു സംശയമാണ് ഓണർ സ്മാർട്ട് ഫോണുകളിൽ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിൾ മൊബൈൽ സർവീസ് ലഭിക്കുമോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഇതൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ്. മറ്റുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ ലഭിക്കുമോ ആ ഒരു കാര്യമൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ അത് വേണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ബാറ്ററി സൈഡ് വരികയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 66 വാട്ടിൻ്റെ ചാർജറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 40 to 45 മിനിറ്റ്സ് ആണ് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം മോർണിംഗ് ടു നൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര ഒരു സൂപ്പർ ലൗഡി എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കില്ല. പക്ഷേ ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റീരിയോ സ്പീക്കർ ഉൾപ്പെടുത്താത്ത ഒരു നെഗറ്റീവായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ആക്യുറേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് ലോക്കും ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാനും മകനും ചേർന്ന് ഏകദേശം 45 മിനിറ്റോളം ഇതിൽ കളിച്ചിട്ടുള്ളത്. നല്ല സൂപ്പർബായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഗ്രാഫിക് പെർഫോമൻസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഗ്രാഫിക് പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ കാര്യങ്ങളൊന്നും നമുക്കിതിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ ലാഗിങ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ചെറുതായിട്ട് വാമാവുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നോർമലിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 200 മെഗാ പിക്സൽ മെയിൻ ലെൻസ്, 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മിക്ക ഫോട്ടോസും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് അതിൽ തന്നെ ഡയലൈറ്റ് പെർഫോമൻസ് സൂപ്പർബാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. HDR ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്നത് അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. അത്ര ഒരു ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ആയിട്ട് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ് വീഡിയോ ആണ്. അതായത് നല്ല ഗംഭീരമായിട്ടുള്ള പോർട്രേറ്റ് വീഡിയോ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ആ ഒരു ബൊക്കെ എഫക്റ്റ് നല്ല സൂപ്പർബായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്ളോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ആ ഒരു പോർട്രേറ്റ് വീഡിയോ എന്ന് തന്നെ പറയാൻ സാധിക്കും. എനിവേ 50 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസ് നല്ല രീതിയിൽ തന്നെയാണ് മിക്ക ഫോട്ടോസും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഡയലൈറ്റ് ഫോട്ടോസിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ നല്ല സൂപ്പർബായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് ലഭിക്കുന്നത്. HDR പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഒബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ആ ഒരു സെപ്പറേഷനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. എനിവേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാമറ പെർഫോമൻസ് വൈസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചത്. ഹോണർ 90 എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും. എനിവേ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ്. സൂപ്പർബായിട്ടുള്ള സ്റ്റെബിലൈസേഷൻ നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും സൂപ്പർബായിട്ട് നമുക്ക് വീഡിയോസിൽ കാണാനും സാധിക്കുന്നുണ്ട്. എനിവേ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വീഡിയോയിൽ കാണാൻ സാധിച്ചത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് ഗംഭീരമാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സെൽഫി വീഡിയോയിലും എനിക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB + 256GB 1599 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്.
ഏകദേശം ഇന്ത്യയുടെ 36,000 വരും. ഇനി 12GB + 512GB ആണെങ്കിൽ 1,999 ഖത്തർ റിയാലാണ് പ്രൈസ് വരുന്നത്. അതായത് ഏകദേശം ഇന്ത്യയുടെ 45,000 ആണ് ഇതിന് പ്രൈസ് വരുന്നത്. എനിവേ ഖത്തറിൽ നിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് 26-നുള്ളിൽ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇയർബഡ്സ് X3 ലൈറ്റ് ഇതിനോടൊപ്പം ലഭിക്കും. അതായത് 129 ഖത്തർ റിയാലുള്ള ഒരു ബഡ്സ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ആദ്യത്തെ 6 മാസം നിങ്ങൾക്ക് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഡാമേജ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഡിസ്പ്ലേ 6 മാസത്തിനുള്ളിൽ പൊട്ടുകയാണെങ്കിൽ ഒരു തവണ ചെറിയൊരു സർവീസ് ചാർജ് മാത്രം ഈടാക്കിക്കൊണ്ട് അവരിത് മാറ്റിത്തരുന്നതുമാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്മാർട്ട് ഫോണായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഡിസ്പ്ലേ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. ക്യാമറ പെർഫോമൻസ് സൂപ്പർബായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും സൂപ്പർബാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ കണ്ണ് കിട്ടണ്ട എന്ന് കരുതിയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവർ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടില്ല എന്നതാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. എങ്കിലും സിംഗിൾ സ്പീക്കർ ആണെങ്കിലും അത്യാവശ്യം ലൗഡി ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ ഈ ഒരു Honor 95G പരിഗണിക്കാം. ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും എന്താണ് അഭിപ്രായം ആ കാര്യമെന്ന് ദയവേത് കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വരികയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ ആ ഒരു കാര്യം കൂടി ദയവ് ചെയ്തൊന്ന് കമന്റ് ചെയ്യുക. എനിവേ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സയ്യിദ് ഇർഷാദ്.